ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനെ കാണുക, അവരോട് നമ്മുടെ ഓയിലിനെ കുറിച്ച് പറയുക, അങ്ങനെ നമ്മൾ നേരിട്ടുള്ള ഓരോ കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനിടക്ക് ഇപ്പോൾ പെട്ടെന്നൊരു യാത്ര, ഒരു തീരുമാനങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് പെട്ടെന്നൊരു യാത്ര തരപ്പെട്ട്, അപ്പോൾ അങ്ങനെ ഞാൻ ഡൽഹിക്ക് പോയി. ഞാൻ അത്ര വലിയ യാത്രാപ്രിയോ ഒന്നുമല്ല, ചെറിയ കുട്ടി വ്ളോഗുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം അവിടെയും ഞാൻ വെറുതെ ഒന്നും ഇരുന്നില്ല. നമ്മുടെ ഓയില്, ഹെയർ ഓയില് ഒക്കെ ഞാൻ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ആവശ്യത്തിന്. അപ്പോൾ എനിക്ക് അതിൽ മനസ്സിലായത് ഇവിടെ ഡൽഹിയിൽ എത്രയും 44 ഡിഗ്രി ചൂടൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അപ്പം നമ്മളിത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പോയത്. മുടി നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരുന്നേച്ച് ഇങ്ങനെ കട്ട പിടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രൈ ആവുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ഇതായിട്ട് തന്നെ ഇരുന്നേച്ച്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്കും ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട്. അപ്പം ഞാൻ നമ്മുടെ ഓയിലിനെ കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നാഗർകോവിൽ, പിന്നെ അങ്ങനെ വേറെ സ്ഥലത്തു നിന്നൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞ് ഇത് ചെയ്തപ്പോഴത്തേക്കും അവരൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊക്കെ എൻ്റെ കസ്റ്റമറായി. അപ്പോൾ അവിടെയും നമ്മൾ വെറുതെ ഒന്നും ഇരുന്നില്ല, സമയം നമ്മൾ കളഞ്ഞില്ല. അപ്പോൾ എനിക്കും അതൊരു കാര്യം മനസ്സിലായിട്ടോ, യാത്രക്കൊക്കെ നമ്മുടെ ഓയിൽ ഉപയോഗിക്കാം. ഇപ്പം തല വാഷ് ചെയ്തില്ലെങ്കിൽ കൂടി പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നി. നമുക്ക് ചൂട് വളരെ വലുതായിട്ട് നമുക്ക് സാധാരണ എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്ന പോലെ എഫക്റ്റ് ചെയ്തുമില്ല കേട്ടോ. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്, കൂടെയുള്ള ആൾക്കാരും അത് തന്നെ പറഞ്ഞു. അപ്പോൾ ഇനി അവർക്കൊക്കെ എല്ലാവരും അഡ്രസ്സൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് പേര്, ഞാൻ കൊടുത്ത ആൾക്കാരൊക്കെ എനിക്ക് അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ഇത് ചെയ്യരുതല്ലോ, ബുദ്ധിമുട്ടിക്കരുതല്ലോ നമ്മളിങ്ങനെ. അപ്പോൾ അവർ ഇങ്ങോട്ട് ചേച്ചി മറക്കരുത്, ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ട് തന്നെയാണ്, വേണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു 5 വയസ്സ് തുടങ്ങി എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 5 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികൾക്ക് നിങ്ങളിതൊരു നിത്യോപയോഗത്തിൻ്റെ ഒരു ഭാഗമാക്കുക. നമ്മുടെ മൂകാംബിക കാച്ചേനിയുടെ വിശേഷങ്ങൾ, പിന്നെ കുട്ടി വ്ളോഗുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ച് ഞാൻ ഇടാട്ടോ, ഇതിലിടാം. പിന്നെ ഇപ്പം എൻ്റെ മനസ്സ് ഭയങ്കര ഒരു റിലാക്സേഷനിലാണ്, ഭയങ്കര ഒരു സമാധാനം കേട്ടോ. അപ്പോൾ ഒരു യാത്ര എപ്പോഴും നമുക്ക് ആവശ്യമാണെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായി. എപ്പോഴും നമ്മൾ നമ്മുടെ മൂന്നാർ, കൊടൈക്കനാൽ അല്ല കാണേണ്ടത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളും പറ്റാവുന്ന നമുക്കൊരവസരം കിട്ടിയാൽ കാണണം എന്ന് തന്നെ ഞാനും പറയുന്നു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ മൂകാംബിക കാച്ചേനിയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മൾ അംല ജംഗ്ഷനിലെത്തി. ഓക്കെ.